ഹലോ, എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടാതെ നടക്കണം പശു കേട്ടോ. അപ്പോൾ ഇവളുടെ കാലൊന്നും നമ്മൾ കെട്ടിയിട്ടില്ല. പക്ഷേ ഇവള് ഇപ്പോൾ കാല് കെട്ടിയില്ലെങ്കിൽ നമുക്ക് പേടിക്കണ്ട. ഇവളുടെ ചവിട്ടെന്ന് പറയുന്നത് നമ്മൾ പാലിൻ്റെ ബക്കറ്റിലൊക്കെ കൊള്ളാത്ത രീതിയിൽ നീങ്ങിയൊക്കെ ചവിട്ടുള്ളൂ കേട്ടോ. അതുപോലെ സ്ലോവിലൊക്കെ കാല് പൊക്കുള്ളൂ. അങ്ങനെ ഒരു ബോധം കൂടുതലുള്ള ഒരു പശു കേട്ടോ. നമ്മുടെ ഉമ്മർത്ത് ആരെങ്കിലും ഒന്ന് വന്നാൽ അല്ലെങ്കിൽ ഒരു സൈക്കിളുകാരൻ അതിൽ കൂടി പോയാൽ ഒന്ന് വെല്ലടിച്ച് അയാൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പശുവിനെ അതറിയാം. അപ്പം തന്നെ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ. അതാണ് ഇവളുടെ വിഷയം. അപ്പം നമ്മൾ ഓർക്കും കാല് കെട്ടി കറക്കണതിന് നല്ലതെന്ന്. പക്ഷേ ഇവളെ കാല് കെട്ടിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭയങ്കര പ്രശ്നമായി, ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതേസമയം കാല് കെട്ടാതെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കാലുള്ള പാലാണ് കേട്ടത്. പിന്നെ ആകെ ഒരു 3 ലിറ്റർ 2 നേരം കൂടി ഉള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ പാലിൻ്റെ വില എന്ന് പറഞ്ഞാൽ 140 രൂപയാണ്. അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് മാത്രം നമ്മുടെ ഈ ഒരു പശുവിനെ. പിന്നെ അവിടെ ഏകദേശം ചെന പിടിച്ചിട്ടുണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ചെന പിടിക്കുമ്പോൾ ഇങ്ങനെ പാല് കുറഞ്ഞു വരുകയും ചെയ്യുമല്ലോ. പിന്നെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ കെട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇവളുടെ മൂക്ക് കയറും, മൂക്കി കാണിച്ചു കൊടുത്തേ. ഈ മൂക്ക് കയറും ഈ കൈയുടെ ഒരു കൈ കൂടി ഇവിടെ പിടിച്ച് കെട്ടി വെക്കും കേട്ടോ. ഒന്ന് ഫോക്കസ് ചെയ്താണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മൂക്ക് കയറ് പിടിച്ചും ഇതും കൂടി കെട്ടി വെക്കും. കെട്ടിയില്ലെങ്കിൽ ഇവിടെ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ ഇരിക്കും, ഇവിടെ നിൽക്കില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട് ഈ പശുവിന്. നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു കെട്ടാണ്ട് കറന്നയിക്കണ അതാണ് നല്ലതെന്ന്. പക്ഷേ നമ്മളിവിടെ 2018 തുടങ്ങിയതാണ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾക്ക് പശുവിനെ കെട്ടിക്കറന്ന് അവരെ ശീലിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ കറക്കാൻ പറ്റും. അല്ലെങ്കിൽ കെട്ടിക്കറക്കാതെ ശീലിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ലക്ഷണപ്പശമുള്ള ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് കാണിക്കുന്ന ദിവസമോ അല്ലെങ്കിൽ ഇവരിപ്പോൾ മറ്റുള്ളവരെ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഡിസ്റ്റർബ് ആവുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഇവർ കിടന്ന് ചാടി നമ്മുടെ പാലും മറിച്ച് കളയും. നമ്മൾക്കും അതിൻ്റെതായ ഉപദ്രവം എപ്പോഴും ചെയ്യും ഇവർ കിടന്ന് ചാടി കഴിഞ്ഞാൽ. അപ്പം ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് അവൾക്ക് ഇറിറ്റേറ്റ് ചെയ്യും, അവൾക്ക് ഇഷ്ടപ്പെടണില്ല. അവൾ അങ്ങോട്ട് നീങ്ങി പോവുകയാണ്. അവളിങ്ങനെ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നീങ്ങും. അത് നമ്മളെ ഇവിടെ ഇരുത്തില്ല കറക്കാനായിട്ട്. അപ്പം അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് അറിയാം നമ്മുടെ അമ്മയ്ക്ക് വയ്യായിരുന്നു. ഇപ്പം എത്രയൊക്കെ പാടില്ല വയ്യ നമുക്ക് വയ്യ എന്ന് പറഞ്ഞാലും നമ്മുടെ ഫാം എന്ന് പറയുന്ന ഒരു ബിസിനസ് നമുക്ക് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒരു പണിക്കാരനെ നിർത്തിയാൽ പോലും നമ്മളിവിടെ വേണം. പക്ഷെ നമ്മളിവിടെ പണിക്കാരൻ നിർത്തി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം നമുക്കത് കുറേ ലോസ് വന്നുകൊണ്ട് നമ്മളിപ്പോൾ തനിയെ ചെയ്യാണ്. നമുക്ക് പറ്റുന്നത് വരെ നമ്മളിത് നടത്തിക്കൊണ്ട് പോകും. അത് കഴിയുമ്പോൾ നമ്മളിത് ഓരോരുത്തരും ഒഴിവാക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും നിർത്തും. നമ്മുടെ വീടുകളിൽ പശുക്കളെ നിർത്തണം നല്ലതായതുകൊണ്ടും പിന്നെ നമുക്ക് നല്ല പാല് കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടും നമ്മുടെ അടുത്ത് എന്തായാലും പശുക്കളുണ്ടാവും നമുക്ക് പറ്റുന്നിടത്തോളം. അപ്പം ഇവിടെ അടുത്തൊക്കെ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും നമുക്ക് ഇത് ഒറ്റയ്ക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. നമ്മൾ ഓരോ കുട്ടികളാണെങ്കിലും വിദ്യാഭ്യാസവും ഒക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോവാണ്. നമുക്കും ഓരോ വർഷം കഴിയുമ്പോഴും നമുക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകാം. ഇപ്പം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് നമുക്ക് കുറച്ച് ഭയങ്കര ഒരു മൊത്തത്തിൽ നമ്മളൊരു ബുദ്ധിമുട്ടിലാണ്. പശുക്കളുടെ കാര്യങ്ങളും കറവ പാല് കൊടുക്കൽ അതിലേക്ക് മഴ കുട്ടികളുടെ ക്ലാസ്സിൽ പോവുക ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ തല്ല് പിടിക്കുന്നുണ്ടോ? അവിടെ കുറച്ച് വൈക്കോൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി തല്ല് പിടിക്കുന്നത്. ഇവിടെ തല്ല് പിടുത്തമൊക്കെ മെയിൻ പരിപാടിയായിട്ടോ ഇവരുടെ. അന്ന് അങ്ങോട്ട് ഇങ്ങനെ സ്നേഹിക്കുകയും ചെയ്യും തല്ല് പിടിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ ഇവിടെ മൂക്കുകയർ ഞാൻ അഴിച്ചിട്ടില്ല, അഴിച്ചിട്ടേ കേട്ടോ. ഈ മൂക്കുകയർ കെട്ടിയെന്ന് അഴിച്ച് കൊടുക്കുന്നത്. അഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്രീ ആയിട്ടൊന്ന് കഴിക്കാം. പിന്നെ ഇവർക്ക് ഞാൻ ഈച്ചക്ക് അടിക്കുന്ന ഒരു മരുന്നുണ്ട്. അത് ഞാൻ പേരങ്ങടെ എനിക്ക് മെമ്മറിയിൽ വരുന്നില്ല. ഞാനത് കാണിച്ചു തരാം. ബോട്ടിൽ എന്താണ് ഈച്ചക്ക് അടിക്കുന്നത്. ഈച്ചക്ക് ഇവരുടെ ഈച്ച ദേഹത്തൊക്കെ ഉണ്ടാവുന്ന ഈച്ചക്ക് നമ്മൾ ഇത് മെട്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുന്നാണ്. ആ മരുന്ന് വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുക. അതിന് ഞാൻ ഇതുപോലെ കുപ്പിയിൽ ഇങ്ങനെ ഓരോ ഓട്ട ഉണ്ടാക്കിയിട്ട് വെള്ളം ചേർത്തിട്ട് ഇങ്ങനത്തെ അളവൊക്കെ എഴുതിയിട്ടുണ്ട്.
പക്ഷെ ആ അളവിനേക്കാളും കുറച്ച് വെള്ളം കുറച്ചെടുക്കാറുണ്ട്. ഇതിന് ശേഷം ഒരുപാട് വെള്ളം കുറയ്ക്കരുത്. ഇവർക്ക് എന്തോ ഭയങ്കരമായിട്ട് സ്കിൻ നീറും എന്തോ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇവർക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് കാണിച്ചിരുന്നു കേട്ടോ. പക്ഷേ കഴിഞ്ഞാൽ കുറച്ച് അവർ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഈച്ച പോവാത്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ ഞാനപ്പോൾ കുറച്ച് വെള്ളം കുറച്ച് ഉപയോഗിച്ചു, ഡെൽറ്റാ മെട്രിൻ. അപ്പോൾ ഇതാണ് കേട്ടോ ആ ബോട്ടിൽ. ഈ ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഒരു കാണിച്ചു നമ്മുടെ വിരലോട്ടിരിക്കണേ പേരിൻ്റെ ഡെൽറ്റോ മെട്രിൻ. മെട്രിനാണ് മെട്രിൻ്റെ. അപ്പോൾ ഇതിങ്ങനെ ഡയലൂട്ട് ചെയ്തിട്ട് ഈച്ച എടുത്ത് അതിലൂടെ വേണ്ട ഈച്ച ഇരിക്കുന്നിടത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ആ മുതുകിൽ ഒഴിച്ചാൽ മതി. ഇത് കൂടുതലും മുതുകിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ ഈച്ചയൊക്കെ പോയിക്കോളും. ഇവരുടെ തലയിലൊക്കെ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഈച്ചയൊക്കെ പോയിക്കോളും. വേണ്ട ഇത് നോക്കി നല്ല ഭംഗിയായിട്ട് ഈച്ച ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീറ്റയിലൊക്കെ വീഴാൻ നോക്കണം കേട്ടോ. മുതുകിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇഷ്ടമല്ലതൊന്നും ഒഴിക്കുന്നത് നല്ല റിസൾട്ടാണ് ഇതുണ്ടായത്. ഈച്ചയുടെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല. വാലിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വാലൊക്കെ ഇട്ട് ഇതാക്കുമ്പോൾ തീറ്റപാത്രമേ ഇപ്പൊ തൊട്ടി വൃത്തിയാക്കിയിട്ടുള്ള ഇതാണ്ടോ. തൊട്ടി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിടന്ന് വൈക്കോലിന്റെ പൊടികളാണ് കേട്ടോ. പറയൂ. പഴയ വൈക്കോലുകളാണ് ഇതൊക്കെ. നമ്മൾ കളയാതെ ചാക്കിലും ഇതുപോലെ അർബാനിലൊക്കെ ആക്കി വെച്ചേകളാണ്. അപ്പോൾ ഇത് നമുക്ക് പുകയ്ക്കാം. വൈകുന്നേരം പുകയ്ക്കാനായിട്ട് പിന്നെ വേറെ നല്ല വൈക്കോല് എടുക്കണ്ടല്ലോ, പുകയ്ക്കാം കേട്ടോ. സന്ധ്യ സമയമാകുമ്പോൾ നമ്മൾ ഇതുപോലെ പുകച്ചൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ പശുക്കൾക്ക് നല്ലതാണ്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഫാമിലി ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നടക്കും. ചാവമൊക്കെ ഉണ്ടെങ്കിൽ അവർ മാറി കളയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ഇഷ്ടം ഉണ്ടാവണമെങ്കിൽ ഫാം എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണം അല്ലേ? അതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കിടക്കണ വരെ നമ്മുടെ ഫാം വൃത്തിയായിരിക്കും. പിന്നെ കിടന്ന് എഴുന്നേറ്റ് വരുമ്പോഴാണെങ്കിലും ഇവർ എഴുന്നേക്കുന്നതിന് മുമ്പ് നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റിൽ തന്നെ ഇവരുടെ ചാണകമൊക്കെ പിടിക്കാം. അപ്പം മൂത്രം ഒഴിച്ചാലും ഈ ചാണകത്തിൽ വീഴാതെ വൃത്തിയായിട്ട് കിടക്കും. ഞാനിതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കണോണ്ടാണ് കേട്ടോ ഇത് വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റണേ. അതേസമയം നമ്മൾ ഇപ്പോൾ വൈകുന്നേരം കോരിയിട്ട് പിന്നെ രാവിലെയൊക്കെ കോരാൻ ചെന്ന് കഴിഞ്ഞാൽ നല്ല വൃത്തികേടാവും എന്തായാലും. അപ്പം നമ്മൾ പരമാവധി പശുക്കളുടെ ചാണകം ഇങ്ങനെ പിടിച്ച് നമ്മളിത് അപ്പം തന്നെ കോരി കളയുന്നതൊക്കെ വൃത്തിയായിട്ട് കിട്ടും. അല്ല ഇവരുടെ ചാണകം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇങ്ങനെ പൊടിയായിട്ട് ഉണ്ട പോലെ കിടക്കും കേട്ടോ. നമുക്ക് ഇത് കൈ കൊണ്ട് വേണമെങ്കിൽ പറക്കി കളയാം. മറ്റു പശുക്കളുടെ പോലെയല്ല, ഇങ്ങനെ ഉണ്ട പോലെ ഇരിക്കുന്നതുകൊണ്ട് വൃത്തികേടുണ്ടാവില്ല. ചെറിയ നനവൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പതുക്കെ ഇങ്ങനെ പുകഞ്ഞ് ഒരു ചെറിയ പുകയായിട്ടൊക്കെ നിന്നോളൂ കേട്ടോ. എന്നാൽ നീറ്റായിട്ട് നിന്നോളൂ. പിന്നെ ഞാൻ കുറച്ച് അവസ്ഥയായിട്ട് നിങ്ങൾക്ക് തോന്നും. എന്താ വെച്ചാൽ ഇന്ന് ഫുൾ യാത്രയായിരുന്നു. ഇന്ന് അമ്മയുടെ അടുത്ത് പോയി വൈകുന്നേരമായി വന്നപ്പോൾ അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകാമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ടയേർഡ് ആവുമല്ലോ. അപ്പം ഇന്നപ്പോൾ യാത്രയുടെ ഒരു ഇതുള്ളത് കൊണ്ട് കുറച്ച് ടയേർഡ് ഉണ്ട്. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്ര ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. ഇനി കുട്ടികൾ എന്തെങ്കിലും അഭ്യാസമൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് അത് ഉൾപ്പെടുത്താം. അപ്പോൾ ഓക്കെ, ബൈ. കുഞ്ഞിനും കണ്ണപ്പനും എന്തെടുക്കുക? ഉറങ്ങാൻ പോയിട്ട് മൊബൈല് കാണാന്ന് വിചാരിച്ച് വന്നിരിക്കണം കേട്ടോ. ഒരാളവിടെ മൊബൈല് കാണുന്നുണ്ട്. ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് സിനിമ കാണുകയാണ്. എന്നെ സഹായിക്കുക കേട്ടോ ഒരാളിവിടെ. കുപ്പി കഴുകി സഹായിക്കണം. സാറ്റർഡേ സൺഡേ നമുക്ക് കുപ്പി കഴുകുന്ന നമ്മുടെ ചേട്ടായിമാരാണ്. പക്ഷേ വർക്കിംഗ് ഡേയ്സിൽ ചേട്ടായിമാരെ അല്ല, ഞാൻ തന്നെയാണ് കഴുകാറ്. പക്ഷേ ഇന്നത്തെ യാത്രയും എൻ്റെ ആ ഒരു ടയേർഡ്നെസ്സും ഒക്കെ കൊണ്ട് കുട്ടികൾ ഇന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഇന്ന് കുട്ടികൾ കുപ്പി കഴുകാണ്. സമയം ഒത്തിരി ലേറ്റായി. അപ്പോൾ അവർ കുപ്പി കഴുകിയിട്ട് കിടക്കണം കേട്ടോ. കുഞ്ഞപ്പ എന്തെങ്കിലും പറയാനുണ്ടോ? സുഖം, വളരെ സുഖമല്ലേ? അപ്പോൾ പിള്ളേരും ഇന്ന് നമ്മൾ നമ്മുടെ ആ ഒരു ക്ഷീണത അവരെയും ബാധിക്കും. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യണോണ്ട് തന്നെ കുഞ്ഞപ്പന് കുറച്ച് ഫ്രീ ആവാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പഠിത്തമൊക്കെ കഴിഞ്ഞ് മൊബൈലൊക്കെ നോക്കണ സമയമാണത്.
അപ്പോൾ മൊബൈൽ ഇപ്പോൾ നോക്കണമെങ്കിൽ ഇത് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് മൊബൈൽ ഇവിടെ വെച്ചിട്ട് ഇത് സിനിമ കാണാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു കഷ്ടപ്പാട് അങ്ങനെ അല്ലേ ഫീൽ കുറവായിരിക്കും അല്ലേ. കണ്ണമോൻ കിടന്നുറങ്ങാത്ത എന്താ? അവൻ വന്നിട്ടേ കിടന്നുറങ്ങുള്ളൂ. എന്തൊരു സ്നേഹം, എനിക്ക് വയ്യേ. എന്താന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട്, ഈ മൊബൈൽ നോക്കാൻ ഫ്രീ ആയിട്ട് നോക്കണത് കുപ്പി കഴിയുന്ന സമയത്തൊക്കെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊബൈൽ ഒരുപാട് നേരം നോക്കിയിരിക്കുമ്പോഴേക്കും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വഴക്ക് പറഞ്ഞുകൊണ്ട് ചെല്ലും അല്ലേ കണ്ണ കുഞ്ഞപ്പാ? എന്തിനാണാവോ? തന്റെ ഫാമിലെ പരിപാടിയൊക്കെ കഴിഞ്ഞോ? പഠിച്ചത് എവിടെ ഇരുന്ന് ഇന്ന് പഠിച്ചത് എവിടെയാ? പഠിച്ചു കഴിഞ്ഞോ? ഫാമിൽ പോയില്ലേ പഠിക്കാനായിട്ട്? നമ്മള് വിരുദന പുറത്തോട്ട് കെട്ടിട്ടോ. വീരനെയും വിരുദാന്നും കുട്ടാപ്പിന്നും എല്ലാ പേരും വിളിക്കും. ആഹാ, അപ്പൊ നിങ്ങൾ കളിയായിരുന്നു അല്ലേ? എടാ കളിക്കാല. ഇവൻ ഞങ്ങൾ എന്നിട്ട് കളിക്കാൻ വെള്ളം കുടിക്കാൻ കളിക്കാൻ വന്നപ്പോ നോക്കി സുഭദ്രയുടെ പാല് നോക്കി കിടന്നിട്ട് കുടിക്കണത്. അത് കഴിഞ്ഞ് ഞാൻ വീരാൻ വിളിച്ച് അപ്പൊ നോക്കി ഇങ്ങനെ എന്തുവാ ഈ കാല് ഇങ്ങനെ വെച്ചിട്ട് മുട്ടി തീരെ കുടിക്കുന്നു. ഞങ്ങളുടെ രണ്ടുണ്ടോ അവന് ഇന്ന് പുറത്തോട്ട് കിട്ടിട്ടോ. അതിന്റെ പുറത്ത് കയറിയിരിക്കല്ലേ? ചേട്ടായി കയറി നിക്കാറുണ്ട് കേട്ടോ. പക്ഷെ അനിയത്തി കയറ്റാൻ സമ്മതിക്കില്ല. അനിയത്തിനെ ആർക്ക് വയ്യാതായപ്പാ? മാളുവിന്റെ മോളിൽ കയറി നടക്കുമായിരുന്നു. അപ്പൊ നീ അമ്മടാ, അപ്പൊ അതിന് വയ്യാതെ നീ കയറി ഇരുന്നിട്ടായിരുന്നോ? എല്ലാരും കയറി ഇരിക്കുവായിരുന്നു അല്ലേ? ദൈവമേ, അതെ ഈശ്വര, ശരിക്കും മോളിൽ കയറി ഇരിക്കുവായിരുന്നാ? അപ്പൊ എല്ലാവരും ഇവിടെ കിടക്കാണ്. അപ്പൊ വൈകുന്നേരം പുകച്ച പുക ഇപ്പോഴും ഇങ്ങനെ ചെറുതായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഒന്നും കൂടിയൊക്കെ നമ്മുടെ ഫാമിലെ ചൂലാട്ടോ ഇത്. ഈ ഫാമിലെ ചൂലിന് ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. നമ്മൾ നീളമുള്ള ചൂലൊക്കെ വാങ്ങിച്ചാൽ ഇവിടെയൊക്കെ വെച്ച് ഈ കോല് ഒടിഞ്ഞു പോകും. അപ്പോൾ എൻ്റെ ഈ അടിക്കലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതാണ് ഈ നടുക്ക് മാത്രം ഇതിൻ്റെ ആ ഒരു ഇതില്ലാത്ത കേട്ടോ. അതിൻ്റെ ആ നാരൊക്കെ പോണത് ഇങ്ങനെ അടിക്കണോണ്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ അടിച്ച് പൊടി ഉൾപ്പെടെ ഇങ്ങനെ പോകുന്നോളൂ. അപ്പോൾ നല്ല നീറ്റായിട്ട് കിടന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദിനിക്ക് എന്തോ ഡിസ്ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയാട്ടോ ഡിസ്ചാർജ് ഉണ്ടാവും. അപ്പോൾ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഇവർ കിടക്കണ ആ ഭാഗത്ത് ഇങ്ങനെ ഡിസ്ചാർജ് വീണ് കിടക്കും. പക്ഷേ ഈ ഡിസ്ചാർജ് ഇവൾക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയാലും ഇങ്ങനെ ഡിസ്ചാർജ് വന്നുകൊണ്ടിരിക്കാറുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഡോക്ടർ ഒരു പ്രാവശ്യം ഇതുപോലെ ഡിസ്ചാർജ് ചെയ്യേണ്ടപ്പോൾ ഡോക്ടർ വിളിച്ച് കുത്താൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവള് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം ഓരോ പശുക്കളും നമുക്ക് ഒരു നിശ്ചയമില്ല ഗർഭിണിയാണോ ഇല്ലയെന്നൊന്നും. ഇപ്പം ഇവള് ഗർഭിണിയാണോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇത്രയും ഡിസ്ചാർജ് കണ്ടേക്കണോണ്ട് നമ്മൾ നാളെ ഡോക്ടർ വിളിക്കുന്നുണ്ട് എന്തായാലും. പിന്നെ ബ്ലഡ് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും പ്രഗ്നൻസിക്ക്. നമ്മളിപ്പോൾ കൂടുതലും അതാണ് ചെയ്യാറ്. ഡോക്ടർമാർ ഉള്ളിൽ പരിശോധിച്ചാലും. ശങ്കരി പ്രഗ്നൻ്റ് ആണ്. അപ്പം ആര്? അവള് ഗർഭിണിയായി പ്രസവിച്ചതല്ലേ? ഇവിടെ വന്നതിന് ശേഷം ഒരു കുഞ്ഞ് പ്രസവിച്ചതാണ്. അവള് നല്ല പശുവാണ് കേട്ടോ. സഹിവാളിനാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നല്ല പാലുണ്ടാവുക. പിന്നെ നമ്മുടെ ഒരു കസ്റ്റമർ ചോദിച്ചിരുന്നു ഈ കുട്ടി പശുവിന് എത്ര പാലുണ്ടെന്ന്. ഇത് കാസർഗോഡ് കുള്ളനാണ്. ഇവള് നന്നായിട്ട് പുല്ലൊക്കെ പുറത്തുനിന്ന് കഴിക്കും. വയറ് നിറച്ചിട്ടാ വരുള്ളൂ. അവൾക്ക് ഏകദേശം ഒരു 3.5-4 ലിറ്ററിൻ്റെ പാലൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടും കേട്ടോ. ഇവിടെ മോന് വേണ്ടി സ്വരുക്കൂട്ടി വെക്കണ പാലും ഇന്നിപ്പോൾ കറന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രാവിലെ വീരപ്പനെ കുടിപ്പിച്ചില്ല. ഇവളുടെ മോനെ കുടിപ്പിച്ചില്ലായിരുന്നു. അപ്പോൾ കുടിപ്പിക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീരപ്പനെ നമ്മൾ ഈ അടുത്താണ് കേട്ടോ കെട്ടിയിരുന്നത്. ഈ 2 അമ്മമാരുടെ നടുക്കിട്ടാണ് കെട്ടിയിരുന്നത്. അപ്പം നന്ദിനി പെണ്ണ്, ആ കാര്യത്ത് കിടക്കണ നന്ദിനി പെണ്ണ് പാല് കൊടുത്തു. അവൻ്റെ വയറ് നിറപ്പിച്ച് വെച്ചേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നന്ദിനി ഇന്ന് ഞങ്ങൾക്ക് പാല് കുറച്ച് ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് പാലാണ് നമ്മുടെ നന്ദിനി ഇന്ന് തന്നത്. ഇന്നലെ രാത്രി ഓഹോ
ഞാൻ പോയപ്പോ എല്ലാരും ഓടിയൊക്കെ എല്ലാരും ഓടിച്ചു അല്ലേ? ആ ഇവളുടെ തിരി ഉണ്ടായിരുന്നു തീറ്റ. അവള് ഓടിക്കൊന്നുമില്ല. മറ്റുള്ള പശുക്കൾ ഇങ്ങനെ തള്ളി കൊടുക്കണം ഞാൻ. കഴിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇന്നലെ പാലും കുടിപ്പിച്ചു അവള്. അപ്പൊ ഇന്നലെ അതുകൊണ്ട് ഞങ്ങൾക്ക് പാലില്ലാത്തതുകൊണ്ട് വീരപ്പനെ നമ്മളിന്ന് അടിച്ച് പുറത്തോട്ട് കെട്ടി. നമ്മള് ശരിക്കും പശുക്കളുടെ പ്രസവ വാർഡിലോട്ട് കെട്ടിയിരിക്കുകയാണ് അവനെ തൽക്കാലത്തേക്ക്. അല്ലെങ്കിൽ ഇവൻ നമുക്ക് പണി തരും. നമ്മുടെ കസ്റ്റമർക്ക് ഇപ്പം കൊടുക്കണ പാല് നമ്മൾ കഷ്ടിച്ചാണ് കേട്ടോ കൊടുക്കണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ തികഞ്ഞില്ലെങ്കിൽ വൈകുന്നേരത്തേക്കൊക്കെ ആയിട്ട് കൊടുക്കുകയാണ്. ഇന്നത്തെ ഒരു ചെറിയ വിശേഷങ്ങൾ ഇന്ന് ഇത്രേ ഉള്ളൂ. കിടക്കാൻ പോവാണ്. അപ്പം നല്ല വെള്ളം കുടിയൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്ത് യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മൊത്തം ടയേർഡാവും. എനിക്കിഷ്ടം വീട്ടിലെ പണികളും ഒക്കെ കേട്ടോ. യാത്ര നമുക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജായിട്ട് ചോദിക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞു തരാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോസായിട്ട് നാളെ കാണാം. ബൈ ബൈ. വാവേ മതി. എല്ലാവരും കൂടി ആക്രമിക്കാൻ പോവാ നിന്ന. മതി. ഗുഡ് നൈറ്റ്. ഉമ്മയൊക്കെ കൊടുക്കണ്ട. എപ്പോഴാണ് അവളുടെ ഇന്നൊക്കെ ആക്രമണം ഉണ്ടാവണമെന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് പശുക്കളല്ലേ, അവർക്ക് അറിയില്ലല്ലോ. വരണ്ട. പൊയ്ക്ക് കൈയൊക്കെ കഴുകി കാലൊക്കെ കഴുകി അകത്ത് കയറി കിടന്നുറങ്ങ്. ശരി, ഓക്കെ, ബൈ. മതി. ഉമ്മയൊന്നും വെക്കണ്ട. ഏത് കൊച്ചിന്? കുഞ്ഞാവിന് തന്നെ പശുക്കളെയാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? സുഭദ്ര. ഓ മതി. ഓക്കെ, ബൈ. ടാറ്റ പറഞ്ഞു. ടാറ്റ.